കേരളത്തിൽ ക്രിമിനൽ കേസുകളുടെ എണ്ണത്തിൽ യാതൊരു വിധത്തിലുള്ള കുറവുകളും ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നും അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. വിവിധ ഇടങ്ങളിലായി പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളാണ് ഇപ്പോഴും രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് രാമനാട്ടുകരയിൽ യുവാവിനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മുഖം വികൃതമായ നിലയിലാണ്. അതുകൊണ്ട് തന്നെ യുവാവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത നിലയിലായിരുന്നു ആ മൃതദേഹം പോലും ഉണ്ടായിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 ദിവസം മുമ്പ് ഈ ഇജാസിന്റെ വീട്ടിൽ വെച്ച് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനിടെ ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഉണ്ടായ തർക്കമാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തുടർക്കഥയാകുമ്പോൾ കേരള ക്രൈം ബ്യൂറോയിൽ വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുന്നത്. അക്കാര്യം വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമാണ്. സംസ്ഥാനത്ത് കാണാതാവുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരിക്കുന്നു എന്നാണ് ആ കാര്യം. പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളെയും കുട്ടികളെയും വലിയ തോതിൽ കാണാതാകുന്നതാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ പോലും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിന്മേൽ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അന്വേഷണം നടത്തി വരിക എന്നാണ് ഉത്തരമായി ലഭിക്കുക. 2024 മാത്രം സംസ്ഥാനത്ത് 11,897 പേരെയാണ് കാണാതായെന്നാണ് കണക്കുകൾ പറയുന്നത്. 2021 9,713 പേരെയാണ് കാണാതായത്. 2022 11,259 പേരെയും 2023 11,760 പേരെയും കാണാതായതെന്നാണ് കണക്കുകൾ പറയുന്നത്. കേരള പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. ഇത്രയധികം മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ കൃത്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാത്തത്, അല്ലെങ്കിൽ ശാശ്വതമായ ഒരു നടപടിക്രമം എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വർദ്ധിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത്. ജോലിക്കായി വിദൂര സ്ഥലങ്ങളിലേക്കുള്ള പോക്കും കുടുംബത്തെ ഉപേക്ഷിച്ചുള്ള കാണാതാകലും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തുടങ്ങിയവയാണ് പുരുഷന്മാരെ കാണാതാകുന്നതിനുള്ള കാരണങ്ങളായി ഔദ്യോഗികമായി പറയുന്നത്, അതായത് ഈ പോലീസ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷ സുഹൃത്തിനൊപ്പം ഒളിച്ചോട്ടവും ഭർത്താവോ ബന്ധുക്കളാലോ കൊലപ്പെടുത്തലായതും പെൺവാണിഭ മാഫിയയുടെ പിടിയിൽ അകപ്പെടുന്ന സംഭവങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഇത്തരം മറുപടികളും വിശദീകരണങ്ങളൊക്കെ കാലാകാലങ്ങളായി മലയാള സമൂഹം കേട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. ഓരോ ദിവസവും കേരളത്തിൽ എത്ര കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെടുന്നു എന്നുള്ളതിന് കൃത്യമായി കണക്കെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. കാരണം വളരെ തുച്ഛമാണ് എന്ന്, അല്ലെങ്കിൽ ഒന്നിലേറെ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ അധികൃതർക്ക് സാധിക്കില്ല. അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു സാഹചര്യമല്ല ഇപ്പോൾ കേരളത്തിലുണ്ടാകുന്നത്. കാരണം കഴിഞ്ഞ മാസം മാത്രം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് 9ലേറെ കൊലപാതകങ്ങളാണ്. ഒരു മാസം 9 ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കഠിനംകുളത്ത്, നെന്മാറയിൽ, ബാലരാമപുരത്ത്, ചോറ്റാനിക്കരയിൽ ഇപ്പോഴിതാ സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഒരു ജീവൻ പൊലിഞ്ഞു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 10 ദിവസത്തിനിടെ കേരളത്തിൽ 3 സ്ത്രീകളും ഒരു പിഞ്ചു കുഞ്ഞും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. ബാലരാമപുരത്ത് പിഞ്ചു കുഞ്ഞിനെ അമ്മാവൻ കിണറ്റിലെറിഞ്ഞു കൊന്നതിന്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പാണ് ചോറ്റാനിക്കരയിൽ ക്രൂര പീഡനത്തിനിരയായി മരണപ്പെട്ട പെൺകുട്ടിയുടെ വാർത്തയും എത്തുന്നത്. പോക്സോ അതിജീവിതയായി ഇത്തരത്തിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം എത്തുമ്പോൾ കേരള സമൂഹം അക്ഷരാർത്ഥത്തിൽ ഞെട്ടുക തന്നെയാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹമെല്ലാം സുരക്ഷിതമാണെന്നും അത് നിയമസഭയിൽ ഏറ്റുപറയുകയും ചെയ്ത മുഖ്യമന്ത്രിക്ക് ഈ കണക്കുകളും വസ്തുതകളും മനസ്സിലാകുമെന്നും വിചാരിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ അവ കുറഞ്ഞു കാണുന്നില്ല. ശാശ്വതമായ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ, ഇത്തരം പ്രവണതകൾക്ക് അടിയന്തരമായി ഒരു കടിഞ്ഞാണിട്ടില്ല എങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ തന്നെ കടമെടുക്കേണ്ടി വരും. കേരളം വെറും ഒരു ഭ്രാന്താലയം എന്ന് തന്നെ പറയേണ്ടിയും വരും.